വർഗീസ് മാമൻ. സാർ, ഈ ധനാഭ്യർത്ഥനയെ ഞാൻ പിന്തുണയ്ക്കുന്നു സാർ. സാമ്പത്തികമായി തകർന്നടിഞ്ഞ ഒരു സംസ്ഥാനത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് പ്രതീക്ഷ നൽകുന്നതാണ് സാർ ഈ സർക്കാർ. തകരാത്ത പ്രതീക്ഷയും പതറാത്ത ആത്മവിശ്വാസവുമാണ് സാർ ഈ സർക്കാരിൻ്റെ കൈമുതൽ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് തന്നെ ഒരു വിസ്മയമാണ് സാർ. ഒട്ടനവധി ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന ഈ സർക്കാർ ഒരു രൂപ പോലും ജനങ്ങളുടെ മേൽ അധികമായി നികുതി അടിച്ചേൽപ്പിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ ഒരു വിസ്മയമാണ് സാർ. ഈ നാട് ആഗ്രഹിക്കുന്ന സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള പോരാട്ടത്തിലാണ് സാർ ഈ സർക്കാർ. രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം നമ്മുടെ ആഭ്യന്തര വകുപ്പ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയാണ് സാർ. നമ്മുടെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെയും വരും തലമുറയോടുള്ള പ്രതിബദ്ധതയുടെയും പ്രതീകമായാണ് സാർ ഈ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കി ഞങ്ങൾ വിശ്വസിക്കുന്നു സാർ. ഒരു സുപ്രഭാതത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ മനസ്സിൽ വന്ന ആശയമായി ഇതിനെ ഞങ്ങൾ കാണുന്നില്ല സാർ. കഴിഞ്ഞ 2-3 വർഷക്കാലമായി കേരളത്തിലുടനീളം മയക്കുമരുന്ന് മാഫിയ വളർന്ന് പന്തലിച്ചപ്പോൾ പ്രൗഡ് കേരള എന്ന സംഘടനയുടെ പേരിൽ നടന്ന കേരളത്തിലുടനീളം നടന്ന നോട്ട് ടു ഡ്രഗ്സ് ക്യാമ്പയിൻ, അതുമായി ബന്ധപ്പെട്ട് നടന്ന വാക്കത്തോൺ ഇന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള പങ്കെടുത്ത വലിയ ജനകീയ മുന്നേറ്റമായിരുന്നു സാർ. അതിൻ്റെ അനന്തരഫലമായി ഓപ്പറേഷൻ തൂഫാനെ ഞങ്ങൾ കാണുകയാണ് സാർ. സാർ, ഈ സഭയിൽ ഉടനീളം ഉയർന്നു വന്ന ഏറ്റവും അധികം സബ്മിഷനുകളും ചോദ്യങ്ങളുമെല്ലാം ജലവിഭവ വകുപ്പിനെ കുറിച്ചായിരുന്നു സാർ. അതിന് കാരണമുണ്ട് സാർ. നാഥന ഇല്ലാതിരുന്ന ജലവിഭവ വകുപ്പിന് ഇന്ന് നാഥനായിരിക്കും സാർ. ബഹുമാനപ്പെട്ട മന്ത്രി മോൻസ് ജോസഫ് ഈ കാര്യത്തിലൊക്കെ എടുക്കുന്ന ക്രിയാത്മകമായ നിലപാടുകൾ, ഉദ്യോഗസ്ഥരും MLA-മാരുമായി ചേർന്ന് നടക്കുന്ന ചർച്ചകൾ വലിയ പ്രതീക്ഷയാണ് സാർ ഉയർത്തിയിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും വളരെ ശക്തമായ പ്രവർത്തനങ്ങളുമായി ഈ സർക്കാർ മുമ്പോട്ട് പോവുകയാണ് സാർ. നമ്മുടെ കുട്ടികൾ വിദേശത്ത് കുടിയേറുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിൽ തന്നെ അവർക്ക് വിദ്യാഭ്യാസവും തൊഴിലും നൽകുന്നുള്ള പുതിയ പാഠ്യപദ്ധതികളും മുഖ്യമന്ത്രി ബഡ്ജറ്റിൽ അവതരിപ്പിച്ച പുതിയ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങളും കേരളം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ് സാർ. സാർ, ആരോഗ്യരംഗത്ത് കരുത്തുറ്റ നേതൃത്വമാണ് സാർ ഇന്ന് സംസ്ഥാനത്തിലുള്ളത്. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ശ്രീ കെ മുരളീധരനിൽ ജനങ്ങൾക്ക് വലിയ വിശ്വാസമാണ് സാർ. ഇതിലുപരി അദ്ദേഹം ദേവസ്വത്തിൻ്റെ വകുപ്പ് കൂടിയാണ് സാർ. എൻ്റെ ജില്ലയിൽ ഉൾപ്പെടുന്ന ശബരിമലയിൽ നടന്ന യുവതീ പ്രവേശനവും തുടർന്ന് നടന്ന സ്വർണ്ണ കവർച്ചയും വിശ്വാസികളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചിരുന്നു സാർ. പക്ഷേ തികഞ്ഞ അയ്യപ്പ ഭക്തനായ ദേവസ്വം മന്ത്രിയുടെ നിലപാടുകൾ വിശ്വാസികളുടെ വിശ്വാസം വീണ്ടെടുത്തിരിക്കുകയാണ് സാർ. KSRTC ഇന്ന് കേരളത്തിൽ വലിയ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായി മാറുകയാണ് സാർ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉൾപ്പെടെയുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടും KSRTCയെ പിടിച്ചു നിർത്തുന്ന സർക്കാരിനെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് സാർ. സാർ, ഇവിടെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ MLA-മാരും ഉന്നയിച്ചതാണ് PWD വകുപ്പിൻ്റെ പ്രവൃത്തികളും ഇന്നുണ്ടായിരിക്കുന്ന സ്തംഭനാവസ്ഥയും. ഇന്നലെ ബഹുമാനപ്പെട്ട PWD മന്ത്രിയുടെ മറുപടി പ്രസംഗത്തിൽ കരാറുകാർക്ക് വിലവ്യതിയാനം നൽകുന്നതിനുള്ള ക്യാബിനറ്റ് തീരുമാനം അദ്ദേഹം അറിയിച്ചു സാർ. അതിനെ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം സംസ്ഥാനത്തെ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സാർ. വന്യജീവികളുടെ ആക്രമം ഭയന്നു കഴിയുന്ന മലയോര മക്കൾക്ക് ഈ സർക്കാർ രക്ഷകരാണ് സാർ. വന്യജീവി നിയമത്തിൽ കാലികമായ മാറ്റം അനിവാര്യമാണ് സാർ. മലയോര മക്കൾക്ക് ആത്മവിശ്വാസം പകരുവാൻ ഈ സർക്കാർ പുതിയ പദ്ധതികളുമായി മുമ്പോട്ട് വരണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സാർ. സാർ, കാർഷിക രംഗം ഇന്നാകെ നിരാശയിലാണ് സാർ. കേരളത്തിൻ്റെ നെല്ലറയായ കുട്ടനാടും അപ്പർ കുട്ടനാടും ആ കർഷക മക്കളെ ചേർത്ത് പിടിക്കുവാൻ ഈ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ് സാർ. കാർഷിക രംഗത്ത് യുവാക്കളെ കൂടുതൽ ആകർഷിക്കുന്നതിന് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയുടെ ഇന്നലത്തെ പ്രസംഗത്തിൽ നടത്തിയ പ്രഖ്യാപനങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു സാർ. സാർ, എൻ്റെ നിയോജകമണ്ഡലമായ തിരുവല്ല കഴിഞ്ഞ 2 ദശാബ്ദക്കാലമായി വികസന മുരടിപ്പിൻ്റെ കാലഘട്ടമായിരുന്നു സാർ. ജനങ്ങൾ ഇന്ന് വളരെ പ്രതീക്ഷയോടാണ് സാർ എൻ്റെ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനെ കാണുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളുടെ നിയോജകമണ്ഡലത്തിന് അനുവദിച്ച വികസന പദ്ധതികളൊക്കെ പൂർത്തീകരിക്കുവാൻ ആവശ്യമായ തുക അനുവദിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ധനാഭ്യർത്ഥനയെ പിന്തുണയ്ക്കും സാർ.